നടൻ ശ്രീജിത്ത് രവിക്കെതിരായ പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ രാജശേഖരനെ SP A ശ്രീനിവാസാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നടൻ ശ്രീജിത്ത് രവി സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയെ പെരുമാറിയ കേസിലാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്. സംഭവം നടന്ന കഴിഞ്ഞ മാസം 27-ന് സ്കൂൾ പ്രിൻസിപ്പൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി ലഭിച്ച കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന സീനിയർ പോലീസ് ഓഫീസർ രാജശേഖരൻ SPക്ക് റിപ്പോർട്ട് ചെയ്തില്ല. ഇത് വീഴ്ചയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ SP ഡോക്ടർ A ശ്രീനിവാസ് ഉത്തരവിട്ടത്. പ്രിൻസിപ്പലുടെ പരാതിയിൽ കേസെടുക്കാൻ കാലതാമസമുണ്ടായെന്ന പരാതിയിൽ SI ആദം ഖാൻ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും SP അറിയിച്ചു. പരാതി ലഭിച്ച് 4-ാം ദിവസമായ ആഗസ്റ്റ് 31-നാണ് ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. ഇതിൽ ശ്രീജിത്ത് രവിയുടെ പേരോ പോക്സോ വകുപ്പോ ചേർത്തിരുന്നില്ല. എന്നാൽ റോഡിൽ കണ്ട കാർ ശ്രീജിത്ത് രവിയുടേതെന്ന് വ്യക്തമായ ശേഷം ഇയാളെ സ്റ്റേഷൻ വിളിച്ചു വരുത്തി 2 കുട്ടികൾക്ക് മുമ്പാകെ ഹാജരാക്കുന്ന സാഹചര്യവുമുണ്ടായി. കുട്ടികളെ പ്രതിക്ക് മുന്നിൽ ഹാജരാക്കിയത് ഗുരുതര വീഴ്ചയാണെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനായി സ്കൂളിലെത്തിയ പോലീസുകാരൻ കുട്ടികളോട് മോശമായി പെരുമാറിയെന്നും സബ് കളക്ടർ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 1 കിലോയിലധികം കഞ്ചാവുമായി കൊച്ചിയിൽ യുവാവ് പിടിയിൽ. തേവര സ്വദേശി അരുണിനെ കടവന്ത്രയ്ക്ക് സമീപത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. അരുണിന് കഞ്ചാവ് കൈമാറിയ ഫോർട്ട് കൊച്ചി സ്വദേശി ജിത്തുവിനെ പോലീസ് തിരയുകയാണ്. കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് പിന്നിൽ സുഭാഷ് ക്രോസ് റോഡിലെ ഇടവഴിയിൽ നിന്നുമാണ് 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. തേവര സ്വദേശി 23 വയസ്സുകാരൻ അരുണാണ് പോലീസിന്റെ പിടിയിലുള്ളത്. സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോർട്ട് കൊച്ചി സ്വദേശി ജിത്തുവാണ് ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയതെന്നാണ് അരുൺ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിത്തുവിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഫോർട്ട് കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കഞ്ചാവ് റാക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊച്ചി സിറ്റി ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ CI അനന്തലാൽ, കടവന്ത്ര SI രവി പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലെ പോലീസ് സംഘം അരുണിനെ പിടികൂടിയത്. ഷാഡോ പോലീസ് നൽകിയ ഒരു ഇൻഫർമേഷൻ അവരുടെയും കൂടെ സഹായത്തോടുകൂടി നമുക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ അരുൺ എന്ന് പറഞ്ഞ ആളെ നമ്മളിവിടെ പിടിച്ചിട്ടുള്ളത്. അത് 1 കിലോയിലധികം 1 കിലോ 45 ഗ്രാം വരുന്ന കഞ്ചാവുണ്ട്. ഇത് സ്കൂൾ കുട്ടികളുടെ +2 പഠിക്കുന്ന കുട്ടികളുടെ മറ്റും വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുവന്നതായിട്ട് നമ്മൾ സംശയിക്കുന്നു. അയാളെ കൂടുതൽ ചോദ്യം ചെയ്ത കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇയാളുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. സ്കൂൾ ബാഗിനുള്ളിൽ തമിഴ് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നാണ് ഫോർട്ട് കൊച്ചിയിലെ റാക്കറ്റ് കഞ്ചാവ് എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. അരുണിനും ജിത്തുവിനും ഒപ്പം മറ്റാരെങ്കിലും സഹായികളായി ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ അരുൺ ആദ്യമായാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കിറങ്ങിയതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതും പോലീസ് തള്ളിക്കളയുന്നു. അരുണിനെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടുക്കി കുരിശുമലയിൽ കഞ്ചാവ് ചെടി വിത്തിട്ട് വളർത്തിയ ആൾ എക്സൈസിന്റെ പിടിയിലായി. സമാന കേസിൽ മറ്റൊരാൾ കൂടി എക്സൈസ് റെയ്ഡിൽ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കിയിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പേർ പിടിയിലായത്. മലയോര മേഖലയിൽ വ്യാജവാറ്റ് സജീവമാകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പൂപ്പാറ കുരിശുമലയ്ക്ക് സമീപത്ത് നിന്നായി വിത്തിട്ട് നട്ടുവളർത്തിയ നിലയിൽ 1325ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസിയായ ബിജുവിനെ കസ്റ്റഡിയിലെടുത്തു. സ്ഥലത്തു നിന്നും 200 ലിറ്റർ കോടയും പിടികൂടിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘമാണ് മറ്റൊരു പ്രതിയെ പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആനവിലാസം പുളിക്കപ്പറമ്പിൽ വീട്ടിൽ മുരളി പിടിയിലായത്. ഇയാൾ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് സംഘം നശിപ്പിച്ചു. 5.5 അടി ഉയരമുള്ള ചെടിയാണ് നശിപ്പിച്ചത്. ഇയാളിൽ നിന്നും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന തിരകളും വെടിമരുന്നും മാൻകൊമ്പും പിടികൂടിയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഇടുക്കി ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും വണ്ടിപ്പെരിയാർ റേഞ്ച് പാർട്ടിയും ചേർന്ന് പെട്രോളിംഗ് നടത്തി വരവെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുളിക്കക്കുന്നേൽ മുരളി എന്നയാളുടെ വീട്ടിൽ ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ വീടിന്റെ മുറ്റത്ത് 2 മീറ്ററോളം വലിപ്പമുള്ള ഒരു കഞ്ചാവ് ചെടി നട്ടുവളർത്തിയത് കണ്ടു. തുടർന്ന് ഇയാളുടെ വീട് പരിശോധിച്ചാൽ വീടിന്റെ ഉള്ളിൽ നിന്നും വെടിയുണ്ടകൾ തുടങ്ങിയവ കണ്ടെത്തി. നിയമപ്രകാരമുള്ള നടപടികളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി. കഞ്ചാവ് ചെടി കേസെടുക്കുന്നതിനായി കട്ടപ്പന റേഞ്ച് ഇൻസ്പെക്ടറെയും പാർട്ടിയെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള നടപടിക്കായി കുമളി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരകളും വെടിമരുന്നും എക്സൈസ് കുമളി പോലീസിന് കൈമാറി. 2 പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കണിച്ചുകുളങ്ങര കൂട്ടക്കൊല കേസിൽ വീണ്ടും തെളിവെടുപ്പ് നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത്. പ്രതികളുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനായാണ് വീണ്ടും തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ കീഴ്ക്കോടതി ശിക്ഷിച്ച പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ CPIM-ന് യാതൊരു ബന്ധവുമില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. ആക്രമണം അപലപനീയമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമിയെ ഉടൻ പിടികൂടണമെന്നും ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ CPIM എന്ന ആരോപണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നലെയായിരുന്നു CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. രാത്രിയിലായിരുന്നു സംഭവം. കുന്തൂഴിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ആക്രമണത്തിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ആർക്കും പരിക്കുകൾ ഇല്ല. മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കർണാടകയിലെ തുംഗാഭദ്ര നദിയിൽ വള്ളം മറിഞ്ഞ് 6 പേർ മരിച്ചു. ഗണപതി വിഗ്രഹ നിമഞ്ജനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു വള്ളം മറിഞ്ഞത്. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകൾ തെരഞ്ഞാണ് 6 പേരുടെ മൃതദേഹം കരയ്ക്കെത്തിച്ചത്. ഒഴുക്കിൽപ്പെട്ട വള്ളം പുഴയിലേക്ക് മറിയുകയായിരുന്നു. 25ഓളം പേർ വള്ളത്തിലുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. കാണാതായവർക്കായി രാത്രിയിലും തെരച്ചിൽ തുടരുകയാണ്. അന്യായമായി സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് മുത്തൂറ്റിലെ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുകയും സത്യാഗ്രഹം സംഘടിപ്പിക്കുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. പ്രതികാര നടപടികൾ തുടർന്നാൽ ശക്തമായ സമരവുമായി മുൻപോട്ട് പോകാനാണ് യൂണിയന്റെ തീരുമാനം. അന്യായമായി ജീവനക്കാരെ സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മുത്തൂറ്റിലെ ജീവനക്കാർ പണിമുടക്കുകയും 72 മണിക്കൂർ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പ്രതികാര നടപടിയാണ് മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിൽ പിന്നിലെന്നാണ് പണിമുടക്കിയവർ പറയുന്നത്. നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ സംഘടന അനുവദിക്കില്ല എന്ന ധാർഷ്ട്യ മനോഭാവമാണ് മാനേജ്മെന്റിനെന്നും ഇവർ പറയുന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ്: നമ്മൾ കഴിഞ്ഞ 6 മാസം മുമ്പ് കേരള നഗരത്തിലെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സംഘടന രൂപീകരിച്ചു. ഈ സംഘടന ഈ സ്ഥാപനത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുകയും പിരിച്ചുവിടുകയും ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഈ മാസം 10-ന് തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അനുരഞ്ജന ചർച്ചയും തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് യൂണിയന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുത്തൂറ്റ് ഗ്രൂപ്പിൽ രഹസ്യ നിക്ഷേപമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസിൽ നീക്കം. ആദ്യം നൽകിയ പരാതി സാങ്കേതികത ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് നിരസിച്ചതോടെയാണ് കുറ്റമറ്റ തരത്തിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്തുവിവരം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ആദ്യം സമർപ്പിച്ച രേഖയിൽ വ്യക്തതയില്ലാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചതെന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെങ്കിലും ഇതിൽ ഇടപാടുകാരായ രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരം പ്രത്യേകമായി സൂക്ഷിച്ചിട്ടില്ല എന്ന കാരണമാണ് അപേക്ഷ നിരസിക്കാനായി ഇൻകം ടാക്സ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. ആവശ്യമുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി അപേക്ഷ നൽകിയാൽ ഇടപാടുകാരിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നിലപാട്. അപേക്ഷയിൽ പറ്റിയ പാകപ്പിഴ തിരുത്തി അടുത്ത ദിവസം തന്നെ ആദായ നികുതി വകുപ്പിന് ഫോം 46 പ്രകാരം പുതിയ അപേക്ഷ വിജിലൻസ് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻമന്ത്രി കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇന്നും പരിശോധിച്ചു. ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് ലോക്കർ പരിശോധിച്ചതിൽ 100 പവനോളം സ്വർണം കണ്ടെത്തി. ബാബുവിന്റെ തൃപ്പൂണിത്തറയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കെ ബാബുവിന്റെ മരുമകൻ പറഞ്ഞു. കെ ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് പൊന്നുരുന്നി ശാഖയിലുള്ള ബാങ്ക് ലോക്കർ പരിശോധനയിലാണ് 100 പവനോളം സ്വർണം കണ്ടെത്തിയത്. ഇളയ മകളുടെ പേരിലുള്ള മറ്റൊരു ബാങ്ക് ലോക്കറിൽ നിന്നും മൂത്ത മകളുടെ പേരിലുള്ള തൊടുപുഴയിലെ ബാങ്ക് ലോക്കറിൽ നിന്നുമായി 156 പവൻ സ്വർണവും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സ്വർണം വാങ്ങിയതിന്റെ സ്രോതസ്സിനെക്കുറിച്ച് വിജിലൻസ് വിശദമായി അന്വേഷിക്കും. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ ബാബുവിന്റെ മരുമകൻ വിപിൻ പറഞ്ഞു. ഈ സെയിൽ ഡീഡ് നമ്മൾ വന്നിരിക്കുന്നത്
ഇത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണോ ബാങ്ക് ത്രൂ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ ഡോക്യുമെൻറ്റിൽ റെക്കോർഡഡ് ആണ്. ഒരു പ്രിലിമിനറി എൻക്വയറി നടന്നിരുന്നെങ്കിൽ തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരേണ്ട കാര്യമില്ല. ഞങ്ങളൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം മിസ്റ്റർ കെ ബാബു, ബിക്കോസ് ഇത് വസ്തുതാരഹിതമാണ്. യൂണിയൻ ബാങ്കിലെ പരിശോധനയ്ക്ക് ശേഷം കെ ബാബുവിൻ്റെയും ഭാര്യ ഗീതയുടെയും പേരിലുള്ള തൃപ്പൂണിത്തുറയിലെ 2 ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും പരിശോധന പൂർത്തിയാക്കിയ വിജിലൻസ് ഇതുവരെ കണ്ടെടുത്ത രേഖകളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർകോഡ് കേസിൽ SP സുകേശൻ നൽകിയ ഹർജിയുടെ പകർപ്പ് പീപ്പിളിന്. തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്ന് സുകേശൻ ഹർജിയിൽ പറയുന്നു. വിശദമായി ശാസ്ത്രീയ പരിശോധന നടത്താനായില്ലെന്നും പരാമർശം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ വിവരങ്ങളുള്ളത്. മുൻമന്ത്രി KM മാണിക്കെതിരെയുള്ള ബാർകോഴ കേസിൽ ബാർകോഴയുമായി ബന്ധപ്പെട്ട തെളിവുകൾ മറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് SP R സുകേശൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായിട്ടില്ലെന്നും കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായി വിശദമായ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്നും ഹർജിയിൽ വിശദമാക്കിയിട്ടുണ്ട്. കേസന്വേഷണത്തിൽ അനുവദിച്ച സമയപരിധി കുറവായിരുന്നു. അതിനാൽ കൂടുതൽ സമയം നൽകണമെന്നും പീപ്പിൾ TVക്ക് ലഭിച്ച R സുകേശന്റെ ഹർജിയുടെ പകർപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലരുടെയും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ സാക്ഷികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SP സുകേശൻ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ബാർകോഴ കേസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ R സുകേശനാണ് പിന്നീട് ചില സമ്മർദ്ദത്തിന് വിധേയനായി KM മാണി കേസിൽ അന്വേഷണം വേണ്ടെന്നും ഒടുവിലിപ്പോൾ തുടരന്വേഷണം വേണമെന്നും പറഞ്ഞത്. കേസിൽ തുടരന്വേഷണം വേണ്ടതിന്റെ കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുന്ന R സുകേശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മുൻമന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ത്വരിതാന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. 76% സ്വകാര്യ മേഖലയ്ക്ക് മൂലധനമുള്ള ആശുപത്രിയിലാണ് സർക്കാർ പണികൾ തുടങ്ങിയത്. നിലവിലുള്ള നിയമം മറികടന്നാണ് ആശുപത്രിക്കായി ഉത്തരവ് നേടിയത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ത്വരിതന്വേഷണത്തിന് വിജിലൻസ് ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു തുടങ്ങി. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും ഹാജരാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആശുപത്രി പണിയുന്നതിനായാണ് സ്ഥലമെടുപ്പ് നടപടികൾ തുടങ്ങിയത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അഴിമതി നടന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും മൊഴിയെടുപ്പ് നടപടികളുമായി വിജിലൻസ് മുൻപോട്ട് നീങ്ങിയത്. ആ റിപ്പോർട്ടൊക്കെ മാറ്റിവെച്ചുകൊണ്ട് 10 മടങ്ങ് വർദ്ധിപ്പിച്ചാണ് ഈ വസ്തുവെല്ലാം ഇപ്പോൾ 47 ആധാരങ്ങളാണ് ഹരിപ്പാട് സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ 47 ആധാരങ്ങൾ പരിശോധിക്കുമ്പം ഈ തഹസിൽദാർ ആദ്യ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിലയുമായി യാതൊരു ബന്ധവുമില്ല. 25 ഏക്കർ സ്ഥലമാണ് ആദ്യഘട്ടത്തിൽ എടുക്കുന്നത്. ഇതിന്റെ 90% വയലാണ്. ഈ വയൽ നികത്തിയാണ് ആശുപത്രി പണിയാൻ ഹരിപ്പാട് MLAയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ കോടികൾ മുടക്കി സർക്കാർ പണിയുന്ന ആശുപത്രി സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് എന്ന ആക്ഷേപവും നേരത്തെ മുതൽ തന്നെ ഉയർന്നിരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോഴിക്കോട് കൊടുവള്ളി ജോയിന്റ് RTO CVM ഷെരീഫിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തി. അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ നേരത്തെ ഷെരീഫിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. കൊടുവള്ളി ജോയിന്റ് RTO CVM ഷെരീഫിന്റെ താമരശ്ശേരി പരപ്പൻപൊയിലിലെ വീട്ടിലും കൊടുവള്ളി ജോയിന്റ് RTO ഓഫീസിലുമാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് കാണിച്ച് നേരത്തെ ഷെരീഫിനെതിരെ വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഷെരീഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. DYSP K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 4 CIമാരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഷെരീഫ് മാസങ്ങൾക്ക് മുമ്പാണ് ജോയിന്റ് RTO ആയി നിയമിതനായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജിലൻസിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ ഹോട്ടലുകളിലും വിപണികളിലും നടത്തിയ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ഓപ്പറേഷൻ ക്ലീൻ ഫുഡ് എന്ന പേരിൽ വിജിലൻസ് മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് റെയ്ഡ് നടത്തിയത്. വിജിലൻസിനെ കൂടാതെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം, ലീഗൽ മെട്രോളജി, തൊഴിൽ എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സംയുക്തമായി റെയ്ഡ് നടത്തിയത്. ഓപ്പറേഷൻ ക്ലീൻ ഫുഡ് എന്ന പേരിൽ നടത്തുന്ന റെയ്ഡിൽ ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന. വിജിലൻസ് CIമാരുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു റെയ്ഡ്. കൃത്യസമയങ്ങളിൽ പരിശോധന നടത്താതെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. മാലിന്യം കലർന്ന കിണറിലെ വെള്ളം പാചകത്തിന് ഉപയോഗിച്ചു പോന്നിരുന്ന കൊല്ലം KSRTC ക്യാന്റീനെതിരെയും നടപടിയെടുത്തു. വെള്ളം ഉപയോഗിക്കാൻ അനുവാദം നൽകിയ കൊല്ലം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യം തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർന്നും പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ RSS ശാഖാ പ്രവർത്തനത്തിന് നിരോധനം വന്നേക്കും. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ക്ഷേത്രത്തിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയാൽ പോലീസിന് കേസെടുക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥാണ് സർക്കാരിന് നിയമോപദേശം നൽകിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് നിയമോപദേശം. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ആയുധ പരിശീലനവും RSS ശാഖകളും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്തരം ശാഖകൾക്കെതിരെ കേസെടുക്കാവുന്നതാണെന്നും സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നു. നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയാൽ 2011 കേരള പോലീസ് ആക്ടിലെ ചട്ടം 73 അനുസരിച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണെന്ന് നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു. ദേവസ്വം വകുപ്പിനു വേണ്ടി സെക്രട്ടറി KR ജ്യോതിലാലാണ് ക്ഷേത്രങ്ങളിലെ RSS ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ നിയമോപദേശം തേടിയത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന RSS ശാഖകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതോടെ ഇവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് പുതിയ നിയമോപദേശം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന RSS ശാഖകൾക്കെതിരെ കടുത്ത വിമർശനവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന് അനുകൂല നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ആയുധ പരിശീലനം നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആയുധ പരിശീലനത്തിനെതിരെ വിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ശരീരം തളർന്ന് 1 വർഷമായി എഴുന്നേൽക്കാനാകാതെ കിടക്കുകയാണ് ഒരു 4 വയസ്സുകാരി. മലപ്പുറം പെരിന്തൽമണ്ണ വെട്ടത്തൂരിലെ റിഫ ഫാത്തിമയാണ് ദാരുണാവസ്ഥയിൽ കഴിയുന്നത്. കാണാം. വെട്ടത്തൂർ തേലക്കാട് അരക്കുപറമ്പിൽ റഷീദിന്റെയും സമീനയുടെയും മകൾ റിഫ ഫാത്തിമയ്ക്ക് ഇപ്പോൾ വയസ്സ് 5 1 വർഷമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കളിയും ചിരിയും പോയിട്ട് ശരീരം അനക്കാൻ പോലും പരസഹായം വേണം. 1 വർഷം മുമ്പ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരുവുനായ റിഫയെ കടിച്ചു കീറിയത്. ആശുപത്രിയിൽ പോയി കുത്തിവെപ്പെടുത്തെങ്കിലും ഓരോ ദിവസവും ചലനശേഷി കുറഞ്ഞു വന്നു. ഭയത്തിന്റെ നിമിഷങ്ങൾ പിന്നെ കുഞ്ഞിക്കണ്ണിൽ നിന്ന് മാഞ്ഞതേയില്ല. കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. നായ്ക്കൾക്കു വേണ്ടി തെരുവിലിറങ്ങുന്നവർ റിഫയുടെ ദൈന്യത കൂടി ഒന്ന് കാണണമെന്നാണ് അച്ഛൻ റഷീദിന്റെ അപേക്ഷ. നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യരെ ഏത് രൂപത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഈ കുട്ടിൻ്റെ അവസ്ഥ, ഇതുപോലുള്ളൊരു അവസ്ഥ വേറെ ഒരാൾക്കും വരരുത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിയാവുക? എന്താണ് ഈ നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുടെ ലക്ഷ്യം? ഇതുപോലുള്ള മനുഷ്യർക്ക് വിലയില്ലാതെ പിന്നെ നായ്ക്കൾക്ക് എന്തിനാണ് വില കൽപ്പിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ജീവിതം ഭയവും ദുരന്തവുമായി മാറിയ റിഫ ഫാത്തിമ വിവാദങ്ങളെയും അനാവശ്യ ചർച്ചകളെയും നിരർത്ഥമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബാർക്കോഴ കേസിൽ SP സുകേശൻ നൽകിയ ഹർജിയുടെ പകർപ്പ് പീപ്പിളിന്. തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്ന് സുകേശൻ ഹർജിയിൽ പറയുന്നു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. മുൻമന്ത്രി KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട തെളിവുകൾ മറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് SP R സുകേശൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായിട്ടില്ലെന്നും കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായി വിശദമായ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്നും ഹർജിയിൽ വിശദമാക്കിയിട്ടുണ്ട്. കേസന്വേഷണത്തിൽ അനുവദിച്ച സമയപരിധി കുറവായിരുന്നു. അതിനാൽ കൂടുതൽ സമയം നൽകണമെന്നും പീപ്പിൾ TVക്ക് ലഭിച്ച R സുകേശന്റെ ഹർജിയുടെ പകർപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലരുടെയും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ സാക്ഷികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SP സുകേശൻ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ബാർക്കോഴ കേസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ R സുകേശനാണ് പിന്നീട് ചില സമ്മർദ്ദത്തിന് വിധേയനായി KM മാണി കേസിൽ അന്വേഷണം വേണ്ടെന്നും ഒടുവിലിപ്പോൾ തുടരന്വേഷണം വേണമെന്നും പറഞ്ഞത്. കേസിൽ തുടരന്വേഷണം വേണ്ടതിന്റെ കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുന്ന R സുകേശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മുൻമന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.